അതെ 440 ഞാൻ കണ്ടു. എന്താ പറഞ്ഞേ? കണ്ടെന്നോ? എന്നിട്ട് പറഞ്ഞില്ലല്ലോ. കൗസല്യേ, നടന്ന കാര്യങ്ങൾ അതുപോലെ പറഞ്ഞ നിന്നെ ഇവളുമാര് കളിയാക്കി കൊല്ലും. നടന്ന കാര്യങ്ങളൊക്കെ തിരിച്ചൊന്ന് പറഞ്ഞാ മതി, വിടണ്ട തട്ടിക്കോ. പറയടി. ഇപ്പൊ ഞാനത് പറഞ്ഞു കഴിഞ്ഞാ നിങ്ങളത് വിശ്വസിക്കുമെന്നൊന്നും എനിക്കറിയില്ല. എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണോ അതോ സ്വപ്നം കണ്ടതാണോ എന്നൊക്കെ ചോദിക്കും. എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ? എടാ സുരേഷേ, നീ അവളെ എവിടെയാ കണ്ടേ? എങ്ങനെയാ കണ്ടേ? എന്താ പറഞ്ഞേ? അത് നമ്മുടെ ബസ് സ്റ്റോപ്പിൽ തന്നെയാ. ഫോൺ ചെയ്തിട്ട് തിരിഞ്ഞു നോക്കിയപ്പോ അവള് പെട്ടെന്ന് എന്റെ അടുത്തേക്ക് ഓടി വരുവാ. എന്നിട്ട് ഞാനാകെ ഷോക്കായി പോയി. എല്ലാരും നോക്കി നിൽക്കുന്ന സമയത്ത് അവൻ അവന്റെ ഇഷ്ടത്തിന് ഒരുപാട് നാളെ പരിചയമുള്ള പോലെ അടുത്തേക്ക് വന്നിട്ട് എന്താടി പറഞ്ഞത്? നിങ്ങളുടെ ഹോബീസ് എന്താണെന്ന് അവൾ എന്നോട് ചോദിച്ചു. സിഗരറ്റ് വലിക്കുന്നത്, വെള്ളം അടിക്കുന്നത്, വായി നോക്കുന്നത്, ഇതൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ലെന്ന് തലയിൽ കൈവച്ച് സത്യം ചെയ്തു. അല്ല, ആരാ അവനോട് ഇപ്പൊ ഇതൊക്കെ ചോദിച്ചത്? ചോദിച്ചാ തെറ്റിദ്ധരിക്കില്ലല്ലോ. എപ്പോഴും ഇങ്ങനെ സ്റ്റൈലായിട്ടാണ് ഡ്രസ് ചെയ്യുന്നേ? സംടൈംസ്. ഈ വാച്ച്, ചെയിൻ, മോതിരം, കൂളിംഗ് ഗ്ലാസ് ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഞാൻ വളരെ സിമ്പിൾ ആണെന്ന് പറഞ്ഞ് ഒലിപ്പിക്കായിരുന്നടി. അതിരിക്കട്ടെ, അവൻ എന്തിനാ നിന്നോട് ഇതൊക്കെ പറഞ്ഞേ? വേറെന്തിനാ? താങ്ക്സ് പറയാൻ വേണ്ടിട്ട്. അന്ന് അവളുടെ ദേഹത്ത് ഞാൻ വെള്ളം തെറിപ്പിക്കാതെ പോയില്ലേ, അതിനവൾക്ക് താങ്ക്സ് പറയണമെന്ന്. ശരി പെട്ടെന്ന് പറഞ്ഞിട്ട് പോവാൻ പറഞ്ഞു. ഉടനെ അവൻ ചുറ്റുവട്ടമൊക്കെ നോക്കിയിട്ട് പെട്ടെന്ന് എന്റെ അടുത്തേക്ക് വന്നു. ഞാനാണെങ്കിൽ ആകെ വിറച്ചുപോയി. എന്റെ മൊത്ത കൺട്രോളും പോയി. കൈയും കാലും ഒക്കെ വിറയ്ക്കാൻ തുടങ്ങി. കൂടുതൽ അടുത്തേക്ക് വന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പേടിച്ചു പോയി. ഞാൻ പകച്ചു നിന്ന ആ ഒരു നിമിഷത്തിൽ എന്നെ നോക്കി പെട്ടെന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കിസ് ചെയ്തു. ഉമ്മ തന്നു. എന്തിനാ ചോദിച്ചടി? എന്തിനാന്ന് ചോദിച്ചു. അതിനവൻ എന്താ പറഞ്ഞെന്നറിയോ? ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെയാണ് താങ്ക്സ് പറയാറ്. ഇൻട്രസ്റ്റിംഗ്. സ്റ്റോപ്പ്. ഇതാരാ പൊട്ടിക്കുന്നേ? പൊട്ടിക്കുന്നതാ ചോദിച്ചത്. ആരായിരിക്കും അത്? അയ്യോ, പിന്നെ ഇതാരാ പടക്കം പൊട്ടിക്കുന്നേ? ഒന്ന് നിർത്തുന്നുണ്ടോ? എനിക്കറിയില്ല മായി. ചെവി പൊട്ടി പോവല്ലോ. ചെവി അടിച്ചു പോയിന്നാ തോന്നുന്നേ. മുത്തശ്ശി പേടിച്ചു പോയോ? അയ്യോ, നമ്മുടെ കൗസല്യ. എന്താടത്? മുറ്റം മുഴുവൻ പടക്കമാണല്ലോ. അറിയില്ലടാ, ആരാ പൊട്ടിച്ചെന്നറിയില്ല. അമ്മേ, ആരാമ്മ ഇവിടേക്ക് പടക്കം പൊടിച്ചിട്ടെ? ആരാ പൊട്ടിച്ചേ? കൗസി വന്നിട്ടുണ്ടടാ. കൗസിയാ? ഏയ് കൗസി. അതാരാ? എന്റെ ചേട്ടന്റെ മോളാ. പുതുക്കോട്ടയിലാ താമസം. അവളാ വന്നത്. ഓ, അവർക്ക് വേണ്ടിയാണ് വരവേൽപ്പ്. വരവേൽപ്പൊക്കെ അവൾക്ക് തന്നെയാ. പക്ഷെ പടക്കം പൊട്ടിച്ചത് ഞങ്ങളൊന്നും അല്ല. പിന്നെ ആരാ? അവളുടെ വരവ് അവള് തന്നെ ആഘോഷിച്ചതാ. നീ വാ. തന്നെ വരവേറ്റുന്നോ? ഇൻട്രസ്റ്റിംഗ്.